അടുത്തത് വരുന്നത് ഇൻ മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ്. യൂട്ടിലൈസസ് റാം, the main memory of a computer, as its storage medium to provide fast data access. നമുക്ക് ഓൺ ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസിൽ പറഞ്ഞ പോലെ അതിനകത്തൊരു സെക്കൻഡറി ഡിവൈസ് ആണ്, ഒരു സെക്കൻഡറി ഡിവൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് റാം, മെയിൻ മെമ്മറി ഓർ മെയിൻ മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് സ്റ്റോറേജ് മീഡിയം. ഈ സ്റ്റോറേജ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് റാം, മെയിൻ മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ ഒക്കെയാണ്. എന്തിനാണത്? ഡേറ്റ ആക്സസ് ഫാസ്റ്റ് ആക്കാനായിട്ട്. സ്റ്റോറേജ് ഓഫ് ഡേറ്റ ഇൻ മെമ്മറി എലിമിനേറ്റ് ദ ലാറ്റൻസി ഓഫ് ഡിസ്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് ദ ഡേറ്റ ട്രാൻസ്ഫർ ടൈം ബിറ്റ്വീൻ ദ മെയിൻ മെമ്മറി ആൻഡ് ദ ഹാർഡ് ഡ്രൈവ്. ഇങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ലാറ്റൻസി, ഡിസ്ക് ലാറ്റൻസി കുറയ്ക്കുന്ന മാത്രമല്ല അത് ഒഴിവാക്കും. എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡ്രൈവിൽ നിന്ന് എടുക്കുക, മെയിൻ മെമ്മറിയിലോട്ട് എടുക്കുക, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുക, അങ്ങനത്തെ ആ ടൈമൊക്കെ എലിമിനേറ്റ് ചെയ്യാം. നേരെ എടുക്കുന്നത് മെമ്മറിയിൽ നിന്നാണല്ലോ. ദിസ് ഓവറോൾ റിഡക്ഷൻ ഇൻ ഡേറ്റ റീഡ് ഓർ റൈറ്റ് ലാറ്റൻസി മേക്ക് ഡേറ്റ പ്രോസസിംഗ് മച്ച് ഫാസ്റ്റർ. ഇങ്ങനെ നടത്തുന്നതുകൊണ്ട് തന്നെ ഡേറ്റ പ്രോസസിംഗ് നല്ല സ്പീഡായിട്ട് നടക്കും. സ്റ്റോറേജ് കപ്പാസിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ദ ക്ലസ്റ്റർ. ഹൊറിസോണ്ടൽ ആണ്. ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ക്ലസ്റ്ററിൽ നടത്തുന്നതുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാം. അങ്ങനെ ചെയ്യുന്നുണ്ട് റെഡ്യൂസസ് ഓവറോൾ എക്സിക്യൂഷൻ ടൈം ഓഫ് ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, ദസ് ഇനേബിളിംഗ് റിയൽ ടൈം ബിഗ് ഡേറ്റ അനലിറ്റിക്സ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ എക്സിക്യൂഷൻ ടൈം ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, സൊല്യൂഷൻ അനലിറ്റിക്സിൽ നടക്കുന്ന എക്സിക്യൂഷൻ ടൈമുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും അങ്ങനെ ഇനേബിളിംഗ് റിയൽ ടൈം ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, ബിഗ് ഡേറ്റ റിയൽ ടൈം പോസിബിൾ ആക്കാനും സാധിക്കുന്നു. Implemented over a cluster, providing high availability and redundancy. ഒരു ക്ലസ്റ്ററിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പ്രൊവൈഡിങ് ഹൈ അവൈലബിലിറ്റി ആൻഡ് റിഡൻഡൻസി. ഡേറ്റയുടെ ഹൈ അവൈലബിലിറ്റി ഉണ്ട്, പിന്നെ റിഡൻഡൻസിയും പോസിബിൾ ആവുന്നുണ്ട്. പിന്നെ ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്മറിയുടെ ഹയർ കോസ്റ്റ് കൊണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എക്സ്പെൻസീവ് ആയിരിക്കും. സപ്പോർട്ട്സ് സ്കീമാലെസ് ഓർ സ്കീമ അവെയർ സ്റ്റോറേജ്. സ്കീമാലെസ്സോ അല്ലെങ്കിൽ സ്കീമ ഉള്ള സ്റ്റോറേജോ ഇത് പോസിബിൾ ആണ്. സ്ട്രക്ചേർഡ് നമുക്ക് പോസിബിൾ ആണ്, അൺസ്ട്രക്ചേർഡും സെമി സ്ട്രക്ചേർഡും പോസിബിൾ ആണ്. സ്കീമാലെസ് ആണെങ്കിൽ അതൊരു കീ വാല്യൂ ബേസ്ഡ് ആയിട്ടായിരിക്കും ഡേറ്റ പെർസിസ്റ്റൻസ് നടക്കുക. ഇനി ഇത് എപ്പോഴൊക്കെയാണ് അപ്രോപ്രിയേറ്റ് ആവുന്നത്? അതായത് ഈ ഇൻ മെമ്മറി ഡിവൈസ് എപ്പോഴൊക്കെയാണ് സ്റ്റോറേജ് ഡിവൈസ് അപ്രോപ്രിയേറ്റ് ആവുന്നത്? ഡേറ്റ അറൈവ്സ് അറ്റ് എ ഫാസ്റ്റ് പേസ് ആൻഡ് റിക്വയർ റിയൽ ടൈം അനലിറ്റിക്സ് ഓർ ഇവന്റ് സ്ട്രീം പ്രോസസിംഗ്. ഒരു റിയൽ ടൈം അനലിറ്റിക്സ് ആവശ്യമായി വരുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഡേറ്റ പ്രോസസിംഗ് ഒക്കെ ആവശ്യമായി വരുമ്പോൾ, ഡേറ്റ റീഡ് റൈറ്റ് പെട്ടെന്ന് നടക്കണം. ആക്സസും ഡേറ്റ ഇങ്ങനെ കുറച്ച് ടൈം ഒന്നും എടുക്കാൻ പാടില്ല. പെട്ടെന്ന് വേണ്ടി ഈ റിയൽ ടൈം ഓപ്പറേഷണൽ അനലിറ്റിക്സിലൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇന്ററാക്റ്റീവ് ക്വറി പ്രോസസിംഗ് ആൻഡ് റിയൽ ടൈം ഡേറ്റ വിഷ്വലൈസേഷൻ നീഡ്സ് ടു ബി പെർഫോംഡ്. ഇന്ററാക്റ്റീവ് ആയിട്ട് ക്വറി പ്രോസസിംഗും പിന്നെ റിയൽ ടൈം ഡേറ്റ വിഷ്വലൈസേഷൻ ഒക്കെ ആവശ്യമായി വരുമ്പോഴൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. പിന്നെ മൾട്ടിപ്പിൾ പ്രോസസിംഗ്, ഒരേ ഡേറ്റ സെറ്റ് തന്നെ മൾട്ടിപ്പിൾ പ്രോസസിംഗിനായിട്ട് ജോബുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സാഹചര്യത്തിലൊക്കെ ഒരേ ഡേറ്റാ സെറ്റ് തന്നെ പലപ്പോഴായിട്ട് യൂസ് ചെയ്യേണ്ടി വരുമല്ലോ. പലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരേ ടൈമിൽ തന്നെ ഒരേ ഡേറ്റാ സെറ്റ് യൂസ് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. പിന്നെ ലോ ലാറ്റൻസി ബിഗ് ഡേറ്റ സൊല്യൂഷൻസ് വിത്ത് ആസിഡ് ട്രാൻസാക്ഷൻ സപ്പോർട്ടോട് കൂടിയ ലോ ലാറ്റൻസി ബിഗ് ഡേറ്റ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് അപ്രോപ്രിയേറ്റ് ആണ്. പിന്നെ സെയിം ഡേറ്റാ സെറ്റില് ഐറ്ററേറ്റീവ് ആക്സസ് ആവശ്യമായിട്ട് വരുമ്പോൾ അതിലും ഇത് യൂസ്ഫുൾ ആണ്. പിന്നെ എപ്പോഴൊക്കെയാണ് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, എപ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? ഡേറ്റ പ്രോസസിംഗ് കൺസിസ്റ്റ് ഓഫ് ബാച്ച് പ്രോസസിംഗ്. ഡേറ്റ സെറ്റ് ആർ വെരി ലാർജ് ആൻഡ് ഡു നോട്ട് ഫിറ്റ് ഇൻ ടു ദ അവൈലബിൾ മെമ്മറി. അതൊരു മേജർ പ്രോബ്ലം ആണ്. നമുക്ക് ഉള്ള അവൈലബിൾ മെമ്മറിക്ക് കൂടുതലാണ് ഡേറ്റ സെറ്റിന്റെ സൈസ് എങ്കിൽ അത് നമുക്ക്, അല്ലെങ്കിൽ ഫിറ്റ് ചെയ്തില്ലെങ്കിൽ ഈ മെമ്മറിയിൽ അവൈലബിൾ മെമ്മറിയിൽ ഫിറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് അപ്രോപ്രിയേറ്റ് ആണ്. പിന്നെ ആ എന്റർപ്രൈസിന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ബഡ്ജറ്റ് ലിമിറ്റഡ് ആണെങ്കിലും ഇത്
ചെയ്യാൻ പറ്റില്ല. കാരണം മെമ്മറിയുടെ കോസ്റ്റ് ഒക്കെ കൂടുതലായതുകൊണ്ട് ഇത് എക്സ്പെൻസീവ് ആണ്. പിന്നെ 2 ടൈപ്പ് ഇംപ്ലിമെന്റേഷൻസ് ആണ് ഇതിനുള്ളത്. ഒന്ന് ഇൻ മെമ്മറി ഡാറ്റ ഗ്രിഡ്, രണ്ടാമത്തത് ഇൻ മെമ്മറി ഡാറ്റാബേസ്. ഫസ്റ്റ് ഈ വീഡിയോയിലൂടെ ഇൻ മെമ്മറി ഡാറ്റ ഗ്രിഡ് പറയുന്നതാണ്. ഇൻ മെമ്മറി ഡാറ്റ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ഡാറ്റ ഇൻ മെമ്മറി ആസ് കീ വാല്യൂ പെയർ അക്രോസ് മൾട്ടിപ്പിൾ നോഡ്സ് where the keys and values can be any business object or application data in serialized form. മൾട്ടിപ്പിൾ നോട്ട്സിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, ആ ഡാറ്റ ബിസിനസ് ഡാറ്റയാവാം അല്ലെങ്കിൽ എനി ആപ്ലിക്കേഷൻ ഡാറ്റ, എന്ത് ആപ്ലിക്കേഷൻ ഡാറ്റയോ ബിസിനസ് ഒബ്ജക്റ്റോ എന്താണേലും ഓരോ മൾട്ടിപ്പിൾ നോട്ട്സിലും ഓരോ നോട്ട്സിലും ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും. Supports schemaless data storage through storage of semi-structured data. Schemaless data storage സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? സെമി ഓർ അൺസ്ട്രക്ചേർഡ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ ഡാറ്റ ആക്സസ് വയ API. API യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ഡാറ്റ ആക്സസ് പോസിബിൾ ആയിരിക്കുന്നത്. ഡയറക്റ്റ് ഡാറ്റ ആക്സസ് പോസിബിൾ അല്ല. അപ്പോ ഈ ഇൻ മെമ്മറി ഡാറ്റ ഗ്രിഡിന് ഒരു ഓവറോൾ സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇമേജ്, XML, ഒബ്ജക്റ്റ് ഒരു സീരിയലൈസേഷൻ എഞ്ചിനിലോട്ട് കൊടുക്കും. ആ സീരിയലൈസേഷൻ എഞ്ചിൻ അതൊരു സീരിയലൈസ്ഡ് ഫോം ആയിട്ട് IMDG കൊടുക്കും. പിന്നെ എപ്പോഴെങ്കിലും API ഒരു ക്ലയന്റ് API വഴി ഒരു ഇപ്പൊ ഞാൻ ഇൻസേർട്ട് ചെയ്തത് ഇമേജ്, XML, ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇമേജ് സ്റ്റോർ ചെയ്തേക്കാൻ ഇമേജിന്റെ കീ 1, XML 2, ഒബ്ജക്റ്റ് 3 ഇങ്ങനെയാന്ന് വിചാരിക്കുക. ഇതെല്ലാം ബൈനറി രൂപത്തിലാണ് IMDG സ്റ്റോർ ആവുന്നത്. അപ്പോ ഈ ക്ലയന്റ് നമ്മുടെ കീ 3 ആണ് നമുക്ക് വേണ്ടത്. കീ 3യിലുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോ റിക്വസ്റ്റ് ചെയ്ത് K3 റിക്വസ്റ്റ് ചെയ്ത് K3 റിക്വസ്റ്റ് ചെയ്യുമ്പോഴേക്കും IMDG-ലോട്ടാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത്. സ്റ്റോറേജ് ഡിവൈസ്, ഓൺ സ്റ്റോറേജ് ഡിവൈസിലോട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. IMDG-ലോട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോ റിക്വസ്റ്റ് ചെയ്തത് ഉണ്ടോന്ന് നോക്കും. ഉണ്ടോന്ന് നോക്കി ഉണ്ട്, അത് അതിന്റെ വാല്യൂ എടുത്തു തിരിച്ചു കൊടുക്കുവാണ്. തിരിച്ചു കൊടുക്കുമ്പോ പിന്നെ വേറൊരു സംഭവം കൂടെ ചെയ്യണം. ഇപ്പൊ ഇത് സീരിയലൈസ്ഡ് ഫോമിലാണ് നിൽക്കുന്നത്. അത് നോർമൽ ഫോമിലേക്ക് മാറ്റണം. അപ്പൊ എന്നായും ഈ വാല്യൂവിനെ പിന്നെയും സീരിയലൈസേഷൻ എഞ്ചിനിലേക്ക് കൊടുക്കും. അവിടെ ആ ഒബ്ജക്റ്റിനെ അത് ഫെച്ച് ചെയ്ത് API-ലോട്ട് കൊടുക്കും. ഇതാണ് നടക്കുന്നത്. ഫസ്റ്റ് കമ്പൈൻ ചെയ്ത് സീരിയലൈസ്ഡ് ഫോമിലോട്ടാക്കും, IMDG-ലോട്ട് കൊടുക്കും. IMDG-ന്ന് ആ വാല്യൂ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കീ വെച്ചുകൊണ്ട് വാല്യൂ ചോദിക്കുമ്പോഴേക്കും വാല്യൂ ഫെച്ച് ചെയ്ത് ആ സീരിയലൈസ്ഡ് ഫോം സീരിയലൈസേഷൻ എഞ്ചിനിലേക്ക് കൊടുത്ത് ആ സീരിയലൈസേഷൻ എഞ്ചിൻ അത് ഡീസീരിയലൈസ് ചെയ്ത് ഒബ്ജക്റ്റ് ആക്കി അല്ലെങ്കിൽ എന്താണോ ആ വാല്യൂവിന്റെ യഥാർത്ഥ രൂപം തിരിച്ച് API-ലോട്ട് കൊടുക്കും. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. IMDG-യുടെ ഓവറോൾ വാല്യൂ എടുക്കുന്ന ഒരു പ്രോസസ്സ്. പിന്നെ കുറച്ച് പോയിന്റ് എന്നാന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് കൺസിസ്റ്റൻസി പോസിബിൾ ആണ്. നോട്ട്സ് ഇൻ IMDGs കീപ് ദംസെൽഫ് സിൻക്രണൈസ്ഡ് ആൻഡ് കളക്റ്റീവ്ലി പ്രൊവൈഡ് ഹൈ അവൈലബിലിറ്റി, ഫോൾട്ട് ടോളറൻസ് ആൻഡ് കൺസിസ്റ്റൻസി. പിന്നെ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആണ്. ഇൻ കേസ് ഓഫ് എ മെഷീൻ ഫെയിലിയർ IMDGs ഓട്ടോമാറ്റിക്കലി റീക്രിയേറ്റ് ലോസ്റ്റ് കോപ്പീസ് ഓഫ് ഡാറ്റ ഫ്രം റെപ്ലിക്കാസ് ആസ് പാർട്ട് ഓഫ് ദ റിക്കവറി പ്രോസസ്. അപ്പൊ വേറൊരു ഗുണം കൂടി ഉണ്ട്. റെപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ IMDG ഫെയിൽ ആയി പോവുകയാണെങ്കിൽ ആ റെപ്ലിക്കേന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ആ കോപ്പീസ് റീക്രിയേറ്റ് ആവും. Support complex event processing achieved through a continuous querying or active querying. Continuous querying വെച്ചുകൊണ്ട് കോംപ്ലക്സ് ഇവന്റ് പ്രോസസ്സിംഗ് ഇതിനകത്ത് സാധ്യമാണ്. In big data solution environments, IMDGs are deployed together with on-disk storage devices. ഇത് എന്നാന്ന് വെച്ചാൽ on-disk storage devices-ഉം ഇതിന്റെ ഒപ്പം ഉണ്ടാവും. ഇൻസ്റ്റാളേഷന്റെ ഭാഗമായിട്ട് ഓൺ-ഡിസ്ക് സ്റ്റോറേജും കാണും ഈ IMDG-യുടെ ഒപ്പം. ഒരു ബാക്കപ്പ് ഒക്കെ എടുത്ത് വെക്കാനും പിന്നെ ഒറിജിനൽ ഡാറ്റ സെറ്റ് സ്റ്റോർ ചെയ്യാനും റെപ്ലിക്കാസ് സ്റ്റോർ ചെയ്യാനും അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേക്കും അവിടെ നിന്നാണ് നമ്മൾ വാല്യൂസ് ഫെച്ച് ചെയ്തെടുക്കുന്നത് IMDG-ലോട്ട്. നോർമലി ഓൺ-ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസസും യൂസ് ചെയ്യുന്നുണ്ട്.
Approaches to support read or write performance, consistency and simplicity requirements. ഈ റീഡ് ഓർ റൈറ്റ് പെർഫോമൻസും കൺസിസ്റ്റൻസിയും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട്, റിക്വയർമെന്റ് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്രോച്ചസ് ഉണ്ട്. ഒരു 4 അപ്രോച്ചസ് ഇവിടെ പറയുന്നുണ്ട്. റീഡ് ത്രൂ, റൈറ്റ് ബിഹൈൻഡ്, റിഫ്രഷ് അഹെഡ്. ഇനി ഒന്നാമത്തത് റീഡ് ത്രൂ. ഇഫ് എ റിക്വസ്റ്റഡ് വാല്യൂ ഫോർ എ കീ is not found in the IMDG, then it is synchronously read from the backend on disk storage device such as a database. നേരത്തെ പറഞ്ഞു ഒരു ഓൺ ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസ് വെച്ചാണ് ഇത് കോമൺലി ഡിപ്ലോയ് ചെയ്യുന്നതെന്ന്. ഇപ്പൊ നമ്മൾ IMDG-ലോട്ട് ഒരു കീ റിക്വസ്റ്റ് ചെയ്തു. ആ റിക്വസ്റ്റ് ചെയ്ത കീ അതിനകത്ത് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അത് സിൻക്രണസ് ആയിട്ട് റീഡ് ചെയ്യും ഈ ഡേറ്റാബേസിൽ. എന്താണ് ഈ ഓൺ ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസിൽ അത് ചിലപ്പോൾ ഒരു ഡേറ്റാബേസ് ആയിരിക്കും. ആ ഡേറ്റാബേസിൽ സിൻക്രണസ് ആയിട്ട് റീഡ് ചെയ്യും. എന്നിട്ട് ആ റീഡ് ചെയ്തത് IMDG-യിലേക്ക് ഇൻസേർട്ട് ചെയ്യും. IMDG-യിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ റിക്വസ്റ്റഡ് വാല്യൂ IMDG നിന്ന് എടുത്തിട്ട് ക്ലയന്റിൽ കൊടുക്കും. അല്ലാണ്ട് നേരെ ഓൺ ഡിസ്ക് സ്റ്റോറേജിൽ നിന്ന് എടുത്തു കൊടുക്കുമല്ല. ഓൺ ഡിസ്ക് സ്റ്റോറേജിൽ ചെന്നിട്ട് ആ വാല്യൂ ഫെച്ച് ചെയ്ത് IMDG-യിലോട്ട് ഇൻസേർട്ട് ചെയ്യും. IMDG-ന്ന് കീ വാല്യൂ ആ വാല്യൂവിനെ ക്ലയന്റിലേക്ക് റിട്ടേൺ ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനി സബ്സിക്വന്റ് റിക്വസ്റ്റ് ഫോർ ദ സെയിം കീസ് ആർ സെർവ്ഡ് ബൈ ദ IMDG ഡയറക്ട്ലി ഇൻസ്റ്റെഡ് ഓഫ് ദ ബാക്ക് എൻഡ് സ്റ്റോറേജ്. പിന്നീട് ഈ കീ വീണ്ടും ഒരാവശ്യം വന്നെങ്കിൽ പിന്നെ റിക്വസ്റ്റ് ചെയ്യാന്ന് വെച്ചോ, വീണ്ടും ഇനി ഓൺ സ്റ്റോറേജ് പോയി തപ്പേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ IMDG-യിൽ അത് ഇൻസേർട്ട് ചെയ്തു. പിന്നെ സബ്സിക്വന്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് IMDG-യിൽ നിന്നുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ആക്സസ് പോസിബിൾ ആണ്. അതാണ് റീഡ് ത്രൂ. അവിടെ റീഡ് ലാറ്റൻസി കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ റൈറ്റ് ത്രൂ, രണ്ടാമത്തെ റൈറ്റ് ത്രൂ. Any write such as insert, update, delete to the IMDG is written synchronously in a transactional manner to the backend on disk storage device such as database. If write to backend storage device fails, the IMDG's update is rolled back. Due to transactional nature, data consistency is achieved immediately between the two data stores. Any write operation is considered complete when feedback from storage is received. അപ്പോ എനി റൈറ്റ്, ഒരു ഇൻസേർട്ട്, ഒരു അപ്ഡേറ്റ്, ഡിലീറ്റ്, അങ്ങനെ എന്ത് റൈറ്റ് ഓപ്പറേഷൻ നടക്കുവാണേലും IMDG-യിൽ നടക്കുവാണേലും അത് അതിന്റെ എന്താ പറയാ ഒരു ട്രാൻസാക്ഷണൽ രീതിയിൽ ഒരു ബാക്ക് എൻഡ് സ്റ്റോറേജ് ഡിവൈസസിൽ രണ്ടിലും ഒരേപോലെ തന്നെ റൈറ്റ് ആവും. ഇപ്പൊ ബാക്ക് എൻഡ് സ്റ്റോറേജിൽ റൈറ്റിംഗ് നടന്നില്ല, ഫെയിൽ ആവുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? IMDG നോക്കിയിരുന്നിട്ട് ആ പ്രോസസ്സ്, ആ അപ്ഡേറ്റ് റോൾ ബാക്ക് ചെയ്യും. ഡ്യൂ ടു ട്രാൻസാക്ഷണൽ നേച്ചർ, ഇങ്ങനെ ഈ ട്രാൻസാക്ഷണൽ നേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഡേറ്റ കൺസിസ്റ്റൻസിയും രണ്ട് ഡേറ്റ സ്റ്റോറും തമ്മിലുള്ള ഡേറ്റ കൺസിസ്റ്റൻസി അച്ചീവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റൈറ്റ് ഓപ്പറേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്? ഈ സ്റ്റോറേജിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് ക്ലയന്റിന് കിട്ടുമ്പോൾ മാത്രമേ ഈ റൈറ്റ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടിലും പാരലായിട്ട് ഇത് റൈറ്റ് ആവണം. അങ്ങനെയാണ് റൈറ്റ് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ആ ബാക്ക് എൻഡ് സ്റ്റോറേജ് ഉണ്ടല്ലോ, ആ സ്റ്റോറേജ് ഒരു ഇത് കൊടുക്കും, ഫീഡ്ബാക്ക് കൊടുക്കും. അതാണ് റൈറ്റ് ത്രൂ. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ബിഹൈൻഡ്. Any write to the IMDG is written asynchronously in a batch manner to the backend on the storage devices such as a database. A queue is generally placed between the IMDG and the backend storage for keeping track of the required changes to the backend storage. This queue can be configured to write data to the backend storage at different intervals. This asynchronous nature introduces inconsistency until the backend storage is updated at specified interval. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IMDG-യുടെയും ഡേറ്റാബേസിന്റെ ഇടയ്ക്കായിട്ട് ഒരു ക്യൂ പ്ലേസ് ചെയ്യുവാണ്. അപ്പോ എന്തൊക്കെ റൈറ്റ് ഓപ്പറേഷൻസ് ആണോ നടത്തേണ്ടത്,
is batch manner backend on disk. A queue is generally placed between the IMDG and the backend storage for keeping track of the required changes to the backend storage. Backend storageil വരുത്തേണ്ട required changesന്റെ ചേഞ്ചസ് ഒരു ട്രാക്ക് ആയിട്ട് ഈ ക്യൂയിലേക്ക് അപ്പൻഡ് ചെയ്യുകയാണ്. A queue can be configured to write data to the backend storage at different interval. ഒരു ഡിഫറെന്റ് ഇന്റർവെൽ വെച്ചുകൊണ്ട് ഈ ക്യൂയിൽ നിന്ന് ഓരോ ചേഞ്ചസിനെയും എടുത്ത് ആ റൈറ്റ് ഓപ്പറേഷൻ കോൺഫിഗർ ചെയ്യുക. അങ്ങനെ സ്റ്റോറേജ് ആ ബാക്കെൻഡ് സ്റ്റോറേജിലേക്ക് വാല്യൂസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. This asynchronous nature introduces inconsistency until the backend storage is updated specified interval. അത് മൊത്തം അപ്ഡേറ്റ് ചെയ്യാതെ നമുക്കത് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഈ അസിൻക്രണസ് നേച്ചർ അതുകൊണ്ട് തന്നെ ഇൻകൺസിസ്റ്റൻസി അത് വിളിച്ചു വരുത്തുക ഇന്ന്. ബാക്കെൻഡ് സ്റ്റോറേജിൽ ഓരോ സ്പെസിഫൈഡ് ഇന്റർവെല്ലിലാണ് ഇത് അപ്ഡേറ്റ് ആവുന്നത്. പക്ഷെ അത് ഫുൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് തീരാണ്ട് നമുക്കത് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതാണ് പറയുന്നത്. ഈ നാലാമത്തെ എന്ന് പറഞ്ഞാൽ റിഫ്രഷ് അഹെഡ്. എനി ഫ്രീക്വന്റ്ലി ആക്സസ്ഡ് വാല്യൂസ് ആർ ഓട്ടോമാറ്റിക്കലി asynchronously refreshed in IMDG. If a value is accessed after its expiry time, like read through, it synchronize read from storage and update IMDG, then return to client. Useful when same values are accessed frequently or accessed by a number of clients. Data inconsistency between the IMDG and the backend storage is minimized as values are refreshed before they expire. ഇത് ഈ റിഫ്രഷ് അഹെഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ റീഡ് ത്രൂ അതുപോലെയൊക്കെ തന്നെ ഏകദേശം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ആക്സസ്ഡ് വാല്യൂസിനെ വീണ്ടും വീണ്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ ഓട്ടോമാറ്റിക് ആയിട്ട് അത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ജോൺ എന്നുള്ള ഒരാളുടെ ഡീറ്റെയിൽസ് ആണ് എപ്പോഴും ആക്സസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അല്ലെങ്കിൽ കറന്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കാര്യങ്ങളും സ്റ്റാറ്റസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കൺസ്ട്രെയിന്റ് വെച്ചുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ പാർട്ട് മാത്രം ബാക്ക് ആൻഡ് ഡിവൈസ് ചെയ്യുന്നത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എനിക്ക് കിട്ടും. If a value is accessed after its expiry time, like read through, it synchronizes read from storage and update IMDG, then return to the client. മറ്റേതുപോലെ തന്നെ എക്സ്പയറി ടൈമിന് മുമ്പേ ആക്സസ് ചെയ്യുകയാണെങ്കിൽ റീഡ് ത്രൂവിൽ ചെയ്ത പോലെ തന്നെ അത് സിൻക്രണൈസ് ചെയ്യും, റീഡിങ് സിൻക്രണൈസ് ചെയ്യും, സ്റ്റോറേജിൽ നിന്ന് സിൻക്രണൈസ് ചെയ്യും, എന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം അപ്ഡേറ്റ് ചെയ്യും, IMDG അപ്ഡേറ്റ് ചെയ്യും, then return to the client. മറ്റേതുപോലെ തന്നെ റീഡ് ത്രൂ പോലെ തന്നെ യൂസ്ഫുൾ വെൻ സെയിം വാല്യൂസ് ആർ ആക്സസ്ഡ് ഫ്രീക്വന്റ്ലി ഓർ ആക്സസ്ഡ് ബൈ എ നമ്പർ ഓഫ് ക്ലയന്റ്. ഒരു വാല്യൂ തന്നെ സെയിം വാല്യൂസ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ആക്സസ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ബിറ്റ്വീൻ ദ IMDG ആൻഡ് ദ ബാക്ക്-എൻഡ് സ്റ്റോറേജ് ഈസ് മിനിമൈസ്ഡ് ആസ് വാല്യൂസ് ആർ റിഫ്രഷ്ഡ് ബിഫോർ ദ എക്സ്പയർ ആവുന്നതിന് മുമ്പേ തന്നെ ഇത് റിഫ്രഷ് ആവുന്നത് കൊണ്ട് ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ഈ IMDGയും ബാക്ക് ആൻഡ് സ്റ്റോറേജും തമ്മിലുള്ള ഇൻകൺസിസ്റ്റൻസി മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻ മെമ്മറി സ്റ്റോറേജ് ഡിവൈസ്. പിന്നെ ഇത് എപ്പോഴൊക്കെയാണ് അപ്രോപ്രിയേറ്റ് ആകുന്നത്? ഡേറ്റ നീഡ്സ് ടു ബി റെഡിലി ആക്സസിബിൾ ഇൻ ഒബ്ജക്റ്റീവ് ഫോം വിത്ത് മിനിമൽ ലാറ്റൻസി. ഒരു ഒബ്ജക്റ്റീവ് ഫോമിലുള്ള ഡേറ്റ റെഡി ആയിട്ട് ആക്സസിബിൾ ആവും, പിന്നെ മിനിമൽ ആയിട്ടുള്ള ലാറ്റൻസി ഉള്ളപ്പോൾ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് യൂസ് ചെയ്യാം. ആഡിങ് റിയൽ ടൈം സപ്പോർട്ട് ടു ആൻ എക്സിസ്റ്റിംഗ് ബിഗ് ഡേറ്റ സൊല്യൂഷൻ കറന്റ്ലി ഓൺ ഡിസ്ക് സ്റ്റോറേജ്. ഡിസ്ക് സ്റ്റോറേജിൽ ഇരിക്കുന്ന ഒരു ബിഗ് ഡേറ്റ സൊല്യൂഷനിൽ അതിന് റിയൽ ടൈം സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ എക്സിസ്റ്റിംഗ് സ്റ്റോറേജ് ഡിവൈസ് കനോട്ട് റീപ്ലേസ്ഡ് ബട്ട് ദ ഡേറ്റ ആക്സസ് ലെയർ ക്യാൻ ബി മോഡിഫൈഡ്. ഇപ്പോ സ്റ്റോറേജ് ഡിവൈസ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരു പോസിബിലിറ്റി ഉണ്ട്. എങ്ങനെയാണ്? ഡേറ്റ ആക്സസ് ലെയർ മോഡിഫൈ ചെയ്യാം. അങ്ങനെയുള്ളപ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം. സ്കേലബിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ റിലേഷണൽ സ്റ്റോറേജ്. റിലേഷണൽ ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിലുപരി സ്കേലബിലിറ്റി ആണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും IMDB. അത് നെക്സ്റ്റ് വീഡിയോ.